തോന്നുന്നുണ്ട്. ആലുവ സിറ്റി എന്നൊക്കെ മാറി ആലുവയുടെ ഒരു ഗ്രാമഭംഗി കാണിച്ചെങ്കിൽ ഈ ഒരു ബ്രിഡ്ജ് മുഖം നടക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് വീടുകളും ഈവനിങ് ടൈമിൽ കുറേ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പുഴ ക്രോസ് ചെയ്തിട്ട് പോകുന്നുണ്ട്. ഒരാളുടെ ഉയരത്തിലുണ്ട് കേട്ടോ ഇതിനാഴം. പക്ഷെ കണ്ടോ വെള്ളമൊന്നുമില്ല, വെള്ളമില്ല തീരെ, പക്ഷെ ഒരാളുടെ ഉയരത്തിലുണ്ട്. പ്രേമം എന്ന നിവിൻ പോളിയുടെ സിനിമ ഷൂട്ട് ചെയ്തതിന് ശേഷം പ്രേമം ബ്രിഡ്ജ് എന്നറിയപ്പെട്ട ആലുവയിലെ അക്വഡക്റ്റ് ബ്രിഡ്ജിലാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത്. 3 കിലോമീറ്ററോളം നീളമുണ്ട് ഈ ഒരു ബ്രിഡ്ജിന്. അത്യാവശ്യം നല്ല ദൂരമുള്ള ഒരു ബ്രിഡ്ജാണ് കേട്ടോ. അവിടെ അവരുടെ ചായക്കടയൊക്കെ ഉണ്ടായിരുന്ന ഒരു ഭാഗമുണ്ട് കേട്ടോ, അതാണ് ആ കാണുന്നത്. മാർക്കറ്റ് ഉണ്ടല്ലോ, ആലുവ മാർക്കറ്റിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് UC കോളേജിൻ്റെ അതുവരെയൊക്കെയാണ് ഈ ഒരു ബ്രിഡ്ജ് ഉള്ളത്. ഇവിടെയുള്ള ആളുകളൊക്കെ ഒരുപാട് പേര് നടന്നുകൊണ്ട് കേട്ടോ. ആലുവ ഏരിയ ആണ് കേട്ടോ കാണുന്നത്, അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് വരുന്നത്. ആലുവ മാർക്കറ്റിൻ്റെ ബാക്ക് സൈഡാണ് ഈ കാണുന്നതെല്ലാം. അക്വഡക്റ്റ് ബ്രിഡ്ജ് എന്ന് പറയുമ്പം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വെള്ളം എത്തിക്കാനായിട്ട് പണിതിരുന്നൊരു ബ്രിഡ്ജാണ് കേട്ടോ. അപ്പം ഇത് പണിതതിന് ശേഷം ഇത് കാര്യമായിട്ട് ഉപയോഗിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇതിലിപ്പോൾ ഹോളുണ്ട് കേട്ടോ, സൂക്ഷിച്ച് കിടക്കണം, നല്ല ആഴമുണ്ട്. അപ്പം ഒരു ഇത് കൂടെ ഒന്നും വണ്ടി കൊണ്ടുപോകില്ല കേട്ടോ, ബുദ്ധിമുട്ടാണ് വണ്ടി കൊണ്ടുപോകാനായിട്ട്. ഇതുപോലുള്ള കുറേ പച്ചപ്പ് ചെടികളും അതും ഇതൊക്കെ രണ്ട് സൈഡിലും ഉണ്ടാവും. അപ്പോൾ ഒരുപാട് വീടുകളുടെ ഇടയിൽ കൂടിയും അതുപോലെ പുഴ എന്താ പറയുക പെരിയാറ് ക്രോസ് ചെയ്തിട്ടും അങ്ങനെ ഒരുപാട് പാടങ്ങളുടെ ഇടയിൽ കൂടെ ഒക്കെയാണ് ഈ ഒരു ബ്രിഡ്ജ് കടന്നു പോകുന്നത്. ഇതിൻ്റെ അടിയിലായിട്ടാണ് കേട്ടോ ഒരാളുടെ ഉയരത്തിൽ അത്രയും ആഴമുണ്ട് ഈ കനാല് പോലെ. അതിൻ്റെ മുകളിലായിട്ടാണ് നടക്കാനുള്ളൊരു പാത. അപ്പം ഈ ഒരു ഈവനിങ് ടൈമിലാകുമ്പം കുറേ അധികം ആൾക്കാർ നടക്കാനായിട്ട് നമ്മുടെ ബാക്കിലൊക്കെ കുറേ ആൾക്കാർ നടക്കാനായിട്ട് വരുന്നു. ഓരോ ജംഗ്ഷനെത്തുമ്പോൾ ഇങ്ങനെ ഇറങ്ങാനുള്ള പടികളുണ്ട് കേട്ടോ. അപ്പം 1965 ഈ ബ്രിഡ്ജ് പണി കഴിപ്പിക്കുന്നത്. പിന്നീട് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പറവൂരിലേക്ക് വെള്ളം എത്തിക്കാനായിട്ട് പണിതൊരു ബ്രിഡ്ജായിരുന്നു. പക്ഷേ പിന്നീട് ഇത് യൂസ്ഫുൾ ആയില്ല എന്ന് പറയാം. ഇതിൻ്റെ രണ്ട് ചുറ്റിലും നിറയെ മരങ്ങളും ഓരോ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ നിറയെ മരങ്ങളൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടോ നിറയെ വളവുകൾ. ഒരു വീടിനേക്കാൾ ഉയരത്തിലാണ് കേട്ടോ ഈ ഒരു ബ്രിഡ്ജ് പോണത്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ അക്വഡക്റ്റ് ബ്രിഡ്ജാണ് കേട്ടോ. 3 കിലോമീറ്ററോളം നീളമുണ്ടത്. അപ്പം ഇത് ആലുവ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഉളിയന്നൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. അപ്പം ഈ സ്ഥലത്തിനെ ക്രോസ് ചെയ്തിടയ്ക്കാണ് ഈ ഒരു ഇത് കടന്നു പോകുന്നത്. ഇവിടെയൊക്കെ സൈഡിലൊക്കെ പൊട്ടി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഫസ്റ്റിൽ കാണിച്ചു, ഇതിൻ്റെ സെൻട്രലിൽ ചിലയിടത്തൊക്കെ മാൻ ഹോളുകളുണ്ട്. അപ്പം നമ്മൾ നടക്കുമ്പോൾ സൂക്ഷിക്കണം, അങ്ങനെ താഴേക്ക് പോവും. ചില ഏരിയയിൽ മാത്രമായിട്ട് ഇതുപോലുള്ള ഹോളുകളുള്ളത്. ഓരോ ഭാഗത്തെത്തുമ്പോഴും ഓരോരുത്തർ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. കുറേ എണ്ണം ഇങ്ങനെ ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അവിടെ. ഇവിടെയും ഒരു പടിയുണ്ട് കേട്ടോ, സ്റ്റെപ്പുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ കയറി വരാനായിട്ട് സ്റ്റെപ്പാണ്. രണ്ടാമത്തെയാണ് കേട്ടോ ഞാനിവിടെ നിന്ന് കണ്ടിട്ട്. അവിടെ നിന്ന് വന്നിട്ട് രണ്ടാമത്തെ ഒരു സ്റ്റെപ്പാണ് ഇവിടെ കാണുന്നത്. ആലുവ മാർത്താണ്ഡ ബ്രിഡ്ജാണ് ഇവിടെ കാണുന്നത്. അപ്പം പെരിയാറിന് ക്രോസ് ചെയ്തു, നമ്മൾ റിവർ ക്രോസ് ചെയ്തു. നമ്മൾ റിവർ ക്രോസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നു കേട്ടോ. അവിടെ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്, ലവേഴ്സാണ്. ഇനി അത് ഞാൻ എടുത്തിട്ട് ഞാൻ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് ചോദിച്ചാൽ പിന്നെ എടുത്ത് കടന്നു കഴിഞ്ഞാൽ ഫുള്ള് മരങ്ങളാണ്. കാടിൻ്റെ ഇടയിൽ കൂടെയാണ് ഇനി പോകാൻ പോണത്. ഇതിൻ്റെ സൈഡൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് മാൻ ഹോൾ എന്ന് പറയുന്നത്. അപ്പം ചിലയിടത്ത് ഇതൊക്കെ പൊട്ടി കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. ഇവിടെ വലിയ കാടാട്ടോ. വീടുകളുടെ
വെച്ചാൽ ഇത് പണിയുന്ന സമയത്ത് ഒരുപാട് പേർക്ക് അവരുടെ സ്ഥലം, അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഇത് യൂസ്ഫുള്ളായില്ല. അതാണ് ഒരു എല്ലാത്തിനും ഡ്രോബാക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഈ ആലുവ സിറ്റിയിൽ നിന്നൊക്കെ മാറി ആലുവയുടെ ഒരു ഗ്രാമഭംഗി കാണിച്ചെങ്കിൽ ഈ ഒരു ബ്രിഡ്ജിൽ കൂടെ നടക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് വീടുകളും ഈവനിങ് ടൈമിൽ കുറേ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പുഴ ക്രോസ് ചെയ്തിട്ട് പോകുന്നുണ്ട്. സമയം 5 മണിയുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഈവനിങ് വന്നു കഴിഞ്ഞാലും അതൊരു വേറൊരു വ്യൂ ആണെന്ന് ചോദിച്ചിട്ട് ഞാൻ ഈവനിങ് ഒന്നെങ്കിൽ രാവിലെ വരണം അല്ലെങ്കിൽ ഈവനിങ്ങിന് വരണം. പക്ഷേ രാവിലെ വരാമെന്ന് പറഞ്ഞാൽ എനിക്ക് പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടൈമിൽ വന്നത്. അപ്പം ഇപ്പോൾ വന്നാലും ഈവനിങ്ങിൻ്റെ ഒരുപാട് വ്യൂസ് കിട്ടുമല്ലോ. കണ്ടോ, 2 സൈഡിലും വീടുകളൊക്കെ, ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. ചില ഇവിടെ ഉള്ളവർക്കാണെങ്കിൽ നടക്കാനൊക്കെ ഭയങ്കര, ഇതുപോലുള്ളൊരു സ്ഥലം കിട്ടുകയെന്ന് പറയുമ്പം എല്ലായിടത്തും ഉണ്ടാവില്ല. അപ്പം ഇങ്ങനെയുള്ളൊരു ബ്രിഡ്ജുള്ളപ്പം നടക്കാനൊക്കെ ആയിട്ടും അവർക്ക് മോർണിംഗ് വാക്ക്, ഈവനിങ് വാക്കൊക്കെ നടത്താനൊക്കെ ആയിട്ട് ഇത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഇവർ തൊട്ടടുത്ത് തന്നെ അവർക്ക് ഇങ്ങനെ ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലോ. കണ്ടല്ലോ, ഇതാണ് മാൻ ഹോൾ എന്ന് പറയുന്നത് കേട്ടോ. ഒരാളുടെ ഉയരത്തിലുണ്ട് കേട്ടോ ഇതിന് ആഴം. പക്ഷെ കണ്ടോ, വെള്ളമൊന്നുമില്ല, വെള്ളമില്ല തീരെ. പക്ഷെ ഒരാളുടെ ഉയരത്തിലുണ്ട്. ഇതിവിടെ കമ്പിട്ടിരിക്കുകയാണ്. എന്തല്ല, ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇത്രയും ഏകദേശം ഒരു 3 കിലോമീറ്ററിന് മുകളിൽ ഇങ്ങനൊരു സംഗതി പണിതിട്ട് പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയായി എന്ന് പറയുമ്പം അത് വലിയൊരു നഷ്ടം തന്നെയാണ്. ഇവിടെ എത്തിയപ്പം നമ്മൾ 3ാമത്തെ സ്റ്റെപ്പ് കണ്ടു. ഇതേതാണ് ഗ്രാമം. സ്റ്റെപ്പ് ഉണ്ടോ? പക്ഷെ നമ്മൾ UC കോളേജ് വരെ നടക്കും. എത്ര കിലോമീറ്റർ ആയെന്നൊന്നും എനിക്കൊരു പിടിയില്ല. എന്നാലും ഞാൻ ഫുള്ള് നടന്ന് കാണണം എന്ന് എനിക്ക് ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നത്. സ്വതവേ സമയം കിട്ടാറില്ല. ഇത് റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്, റോഡ് വരെ അത് ക്രോസ് ചെയ്യുന്നുണ്ട് ഈ ബ്രിഡ്ജ്. ഇവിടൊക്കെ ഇത് ഓട്ടം ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല കേട്ടോ. കാരണം സെൻറ്ററിൽ പുല്ലൊക്കെ മുളച്ച് നിൽക്കുകയാണ്. ആ തെറ്റത്തേക്ക് നോക്കുമ്പോൾ എന്ത് രസം കാണാം. അവിടെ 2 കിളികൾ നടക്കുന്നുണ്ട്, അത് ശ്രദ്ധിക്കുന്നില്ല. അവിടേക്ക് നോക്കുമ്പോൾ ആ ബ്രിഡ്ജിൻ്റെ വളവും അവിടെ നിന്ന് നല്ല ഫോഗടിച്ച പോലെയൊക്കെ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. പാടങ്ങളുണ്ട്, വീടുകളൊക്കെ കുറേ കഴിഞ്ഞു. നല്ല വ്യൂ ആണ് കേട്ടോ. പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ദൂരം നടക്കാൻ ഇഷ്ടമില്ലാത്തവരാണെച്ചെങ്കിൽ വരണമെന്നില്ല. ഇത് ഒരുപാട് നടന്ന് കാണാനുണ്ട് കേട്ടോ. ഭയങ്കര കളിയില്ല. ഇത് ഒരുപാടുണ്ടല്ലോ ഈശ്വര. വ്യൂ ഒന്ന് നോക്കിയേ. ഇവിടെ ഇതെന്തായോ അങ്ങനെ. ഇതാണ് ഇതിൻ്റെ അവസാനം. ഈ വെള്ളമാണ് കനാലായിട്ട് പോകുന്നോട്ടെ. നല്ല വെള്ളമല്ല, വേറെ കൃഷി ആവശ്യത്തിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന വെള്ളമാണ് ഇതിലൂടെ കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചത്. ഇവിടെയാണ് അതിൻ്റെ അവസാനം. ഇപ്പോൾ UC കോളേജിന് ഇതുകൂടെ പോവാം, പിന്നെ അവിടെ നിന്ന് അങ്ങനെയും പോവാം UC കോളേജിലേക്ക്. അപ്പം അവസാനം വരെ നടന്നു. ഞാൻ ഇത്ര പെട്ടെന്ന് എത്തുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ എന്നാലും 3 കിലോമീറ്ററുകളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് വലിയ ക്ഷീണം തോന്നുന്നില്ല. എന്തായാലും നമ്മൾ തിരിച്ചു പോവാണ്.
പക്ഷെ നല്ല രസമാട്ടോ ഇത് കൂടെ ഇങ്ങനെ നടക്കാനായിട്ട്. ഇത് മറ്റേ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന മറ്റേ സീതാത്താളിയോ മൂടില്ല താളിയോ എന്തോ ആണ് തോരം നിൽക്കണേ. തിരിച്ചു പോവുകയാണ് കേസ്. അപ്പോൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉളിയന്നൂർ എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ഒരു കാണുന്നതൊക്കെ. ഉളിയന്നൂർ എന്ന് പറയുന്നത് ഒരു ദ്വീപാണ് കേട്ടോ, ഒരു ഐലാൻഡാണ്. കാരണം അതിന് ചുറ്റും ഈ പെരിയാർ റിവർ, ചുറ്റും റിവറോട് കൂടിയിട്ടുള്ളൊരു സ്ഥലമായതുകൊണ്ട് ഒരു ദ്വീപാണത്. ഞാനെന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പുതിയതായിട്ട് വരുന്നവരാണെന്നുവെച്ചെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റൊക്കെ ചെയ്യണമെന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഇത് അത്ര വലിയ പേടിക്കാനുള്ള സ്ഥലമൊന്നുമല്ല. ആലുവ എന്ന് പറയുമ്പം പലർക്കും ആലുവ ഭയങ്കര അപകടം പിടിച്ച സ്ഥലമാണ് അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ നമ്മളിവിടെ കാണുന്ന ആളുകളെല്ലാം സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ്. നല്ല ആളുകളും ഉണ്ട്, ചീത്ത ആളുകളും ഉണ്ട്. പക്ഷേ നമുക്കറിയാലോ എങ്ങനെയാണ് നമ്മൾ ആ ഒരു ഇതിൽ ചെന്ന് ചാടാതിരിക്കുക, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുക. അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.